ഹലോ ഗൈസ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. എൻ്റെ സൗണ്ട് ആകെ മാറിയിരിക്കുകയാണ്. പനിയൊക്കെ ആയിട്ട് ഇപ്പോഴാണൊന്ന് സ്റ്റേബിളായി വരുന്നത്. ഇന്നത്തെ ഈ വീഡിയോയിൽ എബിക്കുട്ടൻ്റെ ആണെങ്കിൽ 4th ബർത്ത്ഡേയിലാണ് ഇച്ചായൻ്റെ പപ്പായും മമ്മിയും ആണെങ്കിൽ സൈക്കിൾ മേടിച്ച് കൊടുത്തിരുന്നത്. അത് ഒരു വട്ടം മാത്രം ഞങ്ങൾ പുറത്തേക്ക് കൊണ്ടുപോയി അവനെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കാൻ പറ്റിയുള്ളൂ. ഞങ്ങൾക്ക് സൺഡേ മാത്രമേ ഉള്ളൂ ആകെ ഒരു ഫ്രീ ടൈം കിട്ടുന്നത്. പിന്നെ ഞങ്ങൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് സൺഡേ തന്നെയാണ്. അതുകൊണ്ട് അവനെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കാൻ ഞങ്ങളെ കൊണ്ട് പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ ഇന്ന് ഇച്ചായൻ പറഞ്ഞു ഇന്ന് എന്ത് ബിസി ആണെങ്കിലും ഇന്ന് എന്തായാലും എബിക്കുട്ടനെ സൈക്കിൾ പ്രാക്ടീസ് ചെയ്യിപ്പിച്ചിട്ടേ ഉള്ളൂ കാര്യം. എന്നിട്ട് ഇച്ചായൻ പറഞ്ഞു ഇനി എല്ലാ സൺഡേ 1 hour അവനെ എന്നും സൈക്കിൾ പ്രാക്ടീസ് ചെയ്യിപ്പിക്കണം, എന്നാലേ അവനത് കറക്റ്റായിട്ട് ഓടിക്കാൻ പറ്റുള്ളൂ. എബിക്കുട്ടനാണെങ്കിൽ സൈക്കിൾ ഓടിക്കുന്നുണ്ടായിരുന്നു, പക്ഷെ പെഡലിങ്ങിൽ മാത്രം ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു അവൻ. പിന്നെ ഇപ്പം പ്രാക്ടീസ് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, ഇനി കുറച്ചൊക്കെ ആയി കഴിയുമ്പം അവനത് ലെവലായിക്കോളും. പിന്നെ കുട്ടികളോട് ഒരു വട്ടം പറഞ്ഞാൽ മതിയാവും. ഇപ്പോഴത്തെ കുട്ടികളൊക്കെ എല്ലാം പെട്ടെന്നാണ് ഗ്രാബ് ചെയ്യുന്നത്. അങ്ങനെ എബിക്കുട്ടൻ ഓടിക്കുന്ന കണ്ടപ്പം ഇച്ചുകുട്ടനും ഓടിക്കണമെന്നുണ്ട്. അപ്പോൾ പിന്നെ ഇച്ചായൻ അവനെ കയറ്റിയിരുത്തിയപ്പോഴത്തേക്ക് എബിക്കുട്ടൻ ഭയങ്കര കരച്ചിലായിരുന്നു. പിന്നെ ഞാൻ അവനോട് പറഞ്ഞു അവൻ ബേബി അല്ലേ, കുറച്ച് നേരം ഓടിച്ച് കഴിഞ്ഞിട്ട് മോന് തന്നെ തിരിച്ചു തരുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പ്രാക്ടീസൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തി. അപ്പോൾ ഭയങ്കര വെയിലാട്ടോ. അപ്പോൾ ഇച്ചായൻ പറഞ്ഞു ഞാനൊരു മൊജീറ്റോ ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. ഇച്ചായൻ അപ്പം ജിഞ്ചർ ലൈം മൊജീറ്റോ ആണ് ഉണ്ടാക്കുന്നത്. ഇതാണെങ്കിൽ നമ്മുടെ സ്ക്വാഷ് ഉണ്ടാക്കുന്ന പോലെയാണ്. നമ്മൾ അതിൻ്റെ ലിക്വിഡ് ഗ്ലാസ്സിൽ ഒഴിച്ചിട്ട് സ്പ്രൈറ്റോ സോഡോ അല്ലെങ്കിൽ വെള്ളമോ മിക്സ് ചെയ്താൽ മതി. പക്ഷേ സ്പ്രൈറ്റോ സോഡയോ യൂസ് ചെയ്താലേ ഉള്ളൂ അതിൻ്റെ ടേസ്റ്റ്. വെള്ളം ഒഴിക്കുമ്പം അത്രയും ടേസ്റ്റ് ഇല്ല. അടിപൊളി ടേസ്റ്റ് ആട്ടോ. എല്ലാവരും മേടിച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കുക. അങ്ങനെ ഞങ്ങൾ ഉച്ചയ്ക്കത്തെ ഫുഡൊക്കെ കഴിച്ച് ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ ഇനിയിപ്പോൾ കുന്നൂർ മാർക്കറ്റിലേക്ക് പോവാണ്. ഇച്ചായനോട് എപ്പോഴെങ്കിലും വെജിറ്റബിൾസ് കൊണ്ടുപോയോ എന്ന് പറയുമ്പോൾ ഇച്ചായനാണെങ്കിൽ കടയിലുള്ളത് വാടിയ ഇലകൾ അതുപോലെ ഷേപ്പ് മാറിയ വെജിറ്റബിൾസ് ഒക്കെയാണ് കൊണ്ടുവരുന്നത്. അത് ആകുമ്പോൾ കസ്റ്റമർ ഒന്നും മേടിക്കില്ലല്ലോ. അപ്പോൾ അങ്ങനത്തെ ഐറ്റംസ് എല്ലാം വീട്ടിലേക്ക് ഇച്ചായൻ കൊണ്ടുവരുന്നത്. അപ്പോൾ ഞാൻ ഇച്ചായനോട് പറയും മനുഷ്യ എന്തെങ്കിലും ഒന്ന് ഫ്രഷ് ഐറ്റം കൊണ്ടുവന്നൂടെ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്ന് എന്തായാലും ഫ്രഷ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് മേടിച്ചിട്ടേ ഉള്ളൂ കാര്യം. അതുകൊണ്ട് ഞങ്ങൾ കുന്നൂർ മാർക്കറ്റിലേക്ക് സ്കൂട്ടിയിലാണ് പോകുന്നത്. അങ്ങനെ കാറൊന്നും അവിടെ പാർക്ക് ചെയ്യാൻ പറ്റത്തില്ല, അതുകൊണ്ട് കാറിൽ പോവാതെ ഞങ്ങൾ സ്കൂട്ടി പ്രിഫർ ചെയ്തത്. കുട്ടികൾ രണ്ടുപേരും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുമായിരുന്നു സ്കൂട്ടിയിൽ പോയപ്പം. എബിക്കുട്ടൻ പിന്നെ സ്ഥിരം സ്കൂളിൽ പോകുമ്പോൾ സ്കൂട്ടിയിൽ പോകുന്നതുകൊണ്ട് അവന് എൻജോയ്മെൻറ്റ് ഉണ്ടായിരുന്നു. പക്ഷേ എബിക്കുട്ടനെക്കാട്ടിലും എൻജോയ്മെൻറ്റും ത്രില്ലടിച്ചിരിക്കുന്നത് ഇച്ചൂട്ടനായിരുന്നു. ഇച്ചൂട്ടൻ വണ്ടി കയറിയപ്പോൾ തൊട്ട് സൗണ്ട് ഉണ്ടാക്കുമായിരുന്നു. അല്ലെങ്കിലും ഈ ആൺകുട്ടികളാണെങ്കിൽ കാറ് കിട്ടിക്കഴിഞ്ഞാൽ ഒരു സൗണ്ട് ഉണ്ടാക്കുമല്ലോ, എന്ന് പറഞ്ഞൊരു സൗണ്ട് ഉണ്ടാക്കുമല്ലോ, അതുപോലെ സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇച്ചായൻ പിന്നെ കടയിലേക്ക് വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ ഇവിടെ നിന്നൊക്കെ എടുക്കുന്നതുകൊണ്ട് ഇച്ചായൻ മാർക്കറ്റൊക്കെ ഭയങ്കര ഫെമിലിയറാണ്. ആദ്യം ഞങ്ങൾ സുരേഷ് ഏട്ടൻ്റെ കടയിലേക്കാണ് പോയത്. ഞാൻ നോക്കിയപ്പോൾ അവിടെ മധുരക്കിഴങ്ങ് ഇരിക്കുന്നു. എനിക്ക് മധുരക്കിഴങ്ങ് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെയാണ് കപ്പയും ഭയങ്കര ഇഷ്ടമാണ്. ഇച്ചായനും ഇഷ്ടമാണ് മധുരക്കിഴങ്ങും കപ്പയും ഇഷ്ടമാണ്. പക്ഷെ കപ്പയാണെങ്കിൽ എത്ര എനിക്ക് തന്നാലും ഞാൻ കഴിക്കും. പക്ഷെ ഇച്ചായനും ഒരു നേരമൊക്കെ കുറച്ചേ കഴിക്കത്തുള്ളൂ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് മധുരക്കിഴങ്ങും ബ്രിഞ്ചോളും മെഴുക്ക് പറ്റാൻ ബ്രിഞ്ചോളൊക്കെ മേടിച്ചു. അങ്ങനെ എബിക്കുട്ടനാണെങ്കിൽ 4 മണിക്ക് പഴം പുഴുങ്ങിയത് കൊടുക്കാറുണ്ടല്ലോ, അതുകൊണ്ട് എബിക്കുട്ടനാണെങ്കിൽ പഴം മേടിച്ചു ഞങ്ങൾ. അങ്ങനെ ഇച്ചായനാണെങ്കിൽ അരി മേടിക്കാൻ പോയി. ഞങ്ങളുടെ അരി തീർന്നിരിക്കുകയല്ലേ. അപ്പോൾ ഇച്ചായൻ ഞങ്ങൾ മേടിക്കുന്ന അരി വന്നിട്ടുണ്ടോ എന്ന് തിരക്കാൻ വേണ്ടി പോയിരിക്കുകയാണ്. ഞങ്ങൾ നിർമ്മലിൻ്റെ അരിയാണ് മേടിക്കുന്നത്. അതാണെങ്കിൽ നാട്ടിലത്തെ അരിയാണ്, പക്ഷെ ഇപ്പോൾ അത് വരുന്നില്ല. അതുകൊണ്ട് ഇപ്പോൾ ഞങ്ങൾ കുറച്ച് ദിവസം കൊണ്ട് പൊന്നി അരിയാണ് യൂസ് ചെയ്യുന്നത്. ഇച്ചായനാണെങ്കിൽ പൊന്നിയരി ഇഷ്ടമല്ല, എനിക്ക് ഏതരി ആയാലും ഒരു കുഴപ്പമൊന്നുമില്ല. അങ്ങനെ പിന്നെ വേറൊരു നാട്ടിലത്തെ അരി കിട്ടി, അത് വെച്ച് നോക്കിയിട്ട് പിന്നെ ബൾക്കായിട്ട് മേടിക്കാമല്ലോ എന്ന് വിചാരിച്ചു. ഞങ്ങൾ നടന്നുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ നോക്കിയപ്പോൾ കുറേ കടകളൊക്കെ കത്തിയിരിക്കുന്നു. അപ്പോൾ ഇച്ചായനോട് ചോദിച്ചു ഇതെന്താ ഇച്ചായാന്ന്, നീ ഒന്നും അറിഞ്ഞില്ലേ? ഇവിടെ എന്തോ എക്സ്പ്ലോഷൻ കാരണമോ അല്ലേ സർക്യൂട്ട് കാരണം കുറേ കടകൾ കത്തി എരിഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കുറേ നടന്നൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും വിശക്കുമായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ രാമചന്ദ്ര ഹോട്ടലിൽ നിന്ന് മസാല ദോശ കഴിക്കാൻ പോയി. ഇന്ന് ഡാഡേ മക്കളും ആണെങ്കിൽ ബ്ലാക്ക് ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നത്. ഇതിൽ ഓഡ് വൺ ഔട്ട് ഞാൻ ബ്ലാക്ക് ഡ്രസ്സല്ല ഇട്ടിരിക്കുന്നത്. ഡാഡേ മക്കളും വലിയ കാര്യത്തിലാണെങ്കിൽ മെനു കാർഡ് ചെക്ക് ചെയ്യുന്നുണ്ട്. എന്തായാലും ദോശ തന്നെയാണ് കഴിക്കാൻ പോകുന്നതെന്ന് ഫിക്സ് ആയിരിക്കുക. പക്ഷേ വലിയ കാര്യത്തിൽ അവർ മെനു കാർഡ് ചെക്ക് ചെയ്യുന്നത്. ഇച്ചൂട്ടനോട് ചോദിച്ചപ്പം അവനാണെങ്കിൽ ഏതൊരു റെസിപ്പിയിൽ കൈവച്ചു, നോക്കിയപ്പം ചിക്കൻ ബിരിയാണിയിലാണ് കൈവച്ചത്. അപ്പോൾ ഇച്ചായൻ പറഞ്ഞു അയ്യോ നമുക്കിപ്പോൾ നോയമ്പാടാ, അതുകൊണ്ട് ചിക്കൻ ബിരിയാണി കഴിക്കാൻ പറ്റില്ല. രാമചന്ദ്ര ഹോട്ടലാണെങ്കിൽ 2 ഫ്ലോറാണ്. ഞങ്ങൾ മുകളിലത്തെ ഫ്ലോറിലാണ് പോയി ഇരുന്നത്. അപ്പോഴാണ് അവർ പറഞ്ഞത് ദോശ ഐറ്റം ഒക്കെ ആണെങ്കിൽ താഴത്തെ ഫ്ലോറിലാണ് കിട്ടുന്നത്. അങ്ങനെ ഞങ്ങൾ താഴത്തെ ഫ്ലോറിൽ വന്നിരുന്നു. പിന്നെ സെൽഫ് സർവീസ് ആണ് ഇവിടെ.
അങ്ങനെ ഇച്ചായൻ ഞങ്ങൾക്ക് ദോശയും ചായയൊക്കെ മേടിച്ചുകൊണ്ട് വന്നു. ഇച്ചായനും ഞാനും മസാല ദോശയും എബിക്കുട്ടനാണെങ്കിൽ പ്ലെയിൻ റോസ്റ്റും കൂടിയാണ് മേടിച്ചത്. ദോശയാണെങ്കിൽ ടേസ്റ്റി ആയിരുന്നു, പക്ഷെ അടിപൊളി എന്ന് പറയില്ല. എല്ലാത്തിനും ഭയങ്കര സ്പൈസി ആയിരുന്നു. മസാലയ്ക്കായാലും ചട്നിക്കും എല്ലാത്തിനും ഭയങ്കര സ്പൈസി ആയിരുന്നു. എബിക്കുട്ടന് എപ്പോൾ റെസ്റ്റോറൻറ്റിൽ പോയാലും അവൻ ദോശ ഓർഡർ ചെയ്യുമ്പോൾ അവന് വൈറ്റ് കളർ ചട്നി ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷേ ഇന്നത്തെ ദോശയുടെ ആ വൈറ്റ് ചട്നി കഴിക്കാനേ പറ്റുന്നില്ല, അത്രയ്ക്ക് സ്പൈസി ആയിരുന്നു. അതുകൊണ്ട് അവൻ ദോശ മാത്രം കഴിക്കുകയായിരുന്നു. അങ്ങനെ ഇച്ചൂട്ടനും എബിക്കുട്ടനും ദോശയൊക്കെ കഴിച്ചു. ഞങ്ങളും ദോശയും ചായയൊക്കെ കുടിച്ചു. ഇനി ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഇപ്പം സമയം 5:30 ഇനിയും ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ്. അങ്ങനെ എനിക്കും കുട്ടികൾക്കും ചെറുതായിട്ട് കോൾഡൊക്കെ സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പം എനിക്കും കുട്ടികൾക്കും വേണ്ടി മെഡിക്കൽ സ്റ്റോറിൽ നിന്നാണെങ്കിൽ മെഡിസിനൊക്കെ മേടിച്ചു. അങ്ങനെ ഇച്ചൂട്ടനാണെങ്കിൽ കാറ്റൊക്കെ അടിച്ചപ്പോഴത്തേക്ക് ഇച്ചൂട്ടൻ്റെ കണ്ണ് അടഞ്ഞു പോവുമായിരുന്നു. ഞാൻ കുറേ ആയി സ്കൂട്ടിയിൽ ട്രാവൽ ചെയ്തിട്ട്, എപ്പോഴും ആണെങ്കിൽ കാറിലാണല്ലോ പോകുന്നത്. പക്ഷേ ഇന്ന് സ്കൂട്ടിയിൽ ട്രാവൽ ചെയ്തപ്പോൾ ഒരു പ്രത്യേക വൈബ് തന്നെയായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ സിറ്റുവേഷൻ ആകെ മാറി ഗൈസ്. എനിക്ക് റണ്ണിങ് നോസും സ്നീസിങ് ഒക്കെ കൂടുതലായി. എനിക്ക് എത്രയും പെട്ടെന്ന് വീട്ടിലെത്തിയാൽ മതിയെന്നായി. വീട്ടിലെത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ കുറച്ച് നേരത്തേക്ക് ആവിയൊക്കെ പിടിച്ചു. അങ്ങനെ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. സോ ഇനി അടുത്ത വീഡിയോ കാണുന്നവരെ ടിൽ ദെൻ ബൈ.